എന്താണ് യു എക്സ് യു ഐ ഡിസൈനിങ് എക്സാക്ട്ലി? ദി ഗോൾഡൻ ക്വസ്റ്റ്യൻ, റൈറ്റ്? ഞാനൊരു 300+ പോട്ടെ, എൻ്റെ കണക്കൂട്ടിൽ തെറ്റില്ലെങ്കിൽ ഒരു 500+ സ്റ്റുഡൻസ് എടുത്ത് സംസാരിച്ചിട്ടുണ്ടാവും യു എക്സ് യു ഐ റിഗാർഡിങ്, റൈറ്റ്? 500 ചെറിയ നമ്പറല്ല. അത് ഓൾമോസ്റ്റ് 490 ആൾക്കാർക്കും യു എക്സ് യു ഐ എന്താണെന്ന് എക്സാക്ട്ലി അറിയില്ലായിരിക്കും, റൈറ്റ്? സോ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. ആൻഡ് ദിസ് ഈസ് അവർ ഫസ്റ്റ് വീഡിയോ ഓഫ് അവർ series called Kickstart Your UX UI Life, right? So this is the first video. So I thought, why don't we start with എന്താണ് UX UI എന്ന് പറഞ്ഞു തുടങ്ങുന്ന വീഡിയോ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം, because we are going to learn UX UI in this mini series. അപ്പോൾ എന്തായാലും obviously UX UI എന്താണെന്ന് അറിയണ്ടേ. So by end of this video you will get a crystal clear idea of what UX UI designing is. നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. UX UI എന്താണെന്ന് അറിയുന്ന ആൾക്കാരാണെങ്കിലും യൂസ്ഫുൾ ആയിരിക്കും. ഞാൻ എൻ്റെ ഒരു പെർസ്പെക്റ്റീവിലാണ് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്, റൈറ്റ്? സോ ബൈ ദി എൻഡ് ഓഫ് ദിസ് വീഡിയോ യു വിൽ ഗെറ്റ് ക്രിസ്റ്റൽ ക്ലിയർ ഐഡിയ ഓഫ് വാട്ട് യു എക്സ് യു ഐ ഡിസൈനിങ് ഈസ്. ആൻഡ് നിങ്ങൾക്ക് ഒരു ചെറിയ കുട്ടിക്ക് വരെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. പറ്റില്ലെങ്കിൽ ഐ വിൽ ലെൻഡ് മൈ കരിയർ ഹിയർ. ഞാൻ ഈ പണി നിർത്തിയിട്ട് പോകും. സോ എന്താണ് യു എക്സ് യു ഐ ഡിസൈനിങ്? ബിഗിനേഴ്സ് ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുമ്പോൾ ചെയ്യുന്ന ഒരു മെയിൻ മിസ്റ്റേക്ക് അല്ല, ഒരു ഡയറക്ഷൻ എന്ന് പറയുന്നത് ദേ ടേക്ക് ആപ്പിൻ്റെ വെബ്സൈറ്റിൻ്റെ എക്സാമ്പിൾ നോക്കാൻ പോകും. അത് ആക്ച്വലി നല്ലൊരു മെത്തേഡാണ്, ബട്ട് എഫക്റ്റീവ് ആയിട്ടുള്ള വേറൊരു മെത്തേഡുണ്ട്. പുട്ട് അസൈഡ് ആപ്പ്, വെബ്സൈറ്റ്, കാര്യങ്ങളൊക്കെ. ഫസ്റ്റ് നമ്മൾ ആലോചിക്കേണ്ടത് എന്താ വെച്ചാൽ, യു എക്സ് യു ഐ എന്തിന് ലോകത്ത് വന്നു? ദിസ് ഇസ് എ ടിപ്പ് ഫോർ എവരി വൺ. നിങ്ങളൊരു കാര്യം റിസർച്ച് ചെയ്യാനല്ലോ ഒരു കാര്യം പഠിക്കാൻ പോകുകയാണെങ്കിൽ ആ കാര്യം എന്തിനാ ഫസ്റ്റ് ലോകത്ത് എക്സിസ്റ്റ് ആയെന്ന് പഠിക്കാൻ നോക്കുക. കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് കാര്യങ്ങൾ കണക്ട് ആവും. സോ ഇൻ അവർ കേസ് ഇറ്റ്സ് യു എക്സ് യു ഐ ഡിസൈനിങ്, റൈറ്റ്? എങ്ങനെയാണ് യു എക്സ് യു ഐ ലോകത്ത് വന്നത്, റൈറ്റ്? ലെറ്റ്സ് ഗോ ബാക്ക്. പണ്ട് ആൾക്കാരൊക്കെ എല്ലാ കാര്യങ്ങളും മാനുവലി ചെയ്തുകൊണ്ടിരുന്നത്. ഫോർ എക്സാമ്പിൾ, തുണി വാഷ് ചെയ്യുന്നത് ഹാൻഡ് ബൈ മാനുവലൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്, റൈറ്റ്? ഇറ്റ് എ ടീഡിയസ് ജോബ്. കുറേ നമ്മൾ എനർജി പോവും, കുറേ ടയേർഡ് ആവും, ടേക്സ് എ ലോട്ട് ഓഫ് ടൈം. ബട്ട് പിന്നെ ടെക്നോളജി വന്നു, റൈറ്റ്? വാഷിംഗ് മെഷീൻസ് വന്നു, ടെക്നോളജി വന്നു, മെഷീൻസ് വന്നു. അപ്പോൾ കാര്യങ്ങൾ എളുപ്പമാവാൻ തുടങ്ങി ആൾക്കാരുടെ, റൈറ്റ്? കാരണം അത്രയും കഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യം മെഷീൻസ് ചെയ്തിരുന്നു പറഞ്ഞു. കാര്യങ്ങൾ എളുപ്പമാവാൻ തുടങ്ങി. ബട്ട് ഹിയർ ഈസ് ദി പോയിന്റ്. അതേസമയം കാര്യങ്ങൾ പാടാവാനും കോംപ്ലക്സ് ആവാനും തുടങ്ങി. അതായത് കൈകൊണ്ട് അലക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ കിടക്കുന്ന ഒരു മെഷീന്, കുറേ ബട്ടൺസ്, കുറേ മാനുവൽസ്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, ഭയങ്കര കൺഫ്യൂഷൻസ്, റൈറ്റ്? അറ്റ് ദ സെയിം ടൈം ടെക്നോളജി വന്നപ്പോൾ കാര്യങ്ങൾ എളുപ്പമാവാനും തുടങ്ങി, കാര്യങ്ങൾ കുറച്ച് കോംപ്ലക്സ് ആവാനും തുടങ്ങി. അവിടെയാണ് നമ്മൾ യു എക്സ് യു ഐ ഡിസൈനേഴ്സ് വന്നിട്ട് അത് സിംപ്ലിഫൈ ചെയ്യുന്നത്. അതായത് പണ്ട് നമ്മൾ കറണ്ട് ബില്ല് അടച്ചത് KCB പോയിട്ടാണ്, റൈറ്റ്? അത് കുറച്ച് ടീഡിയസ് ആയിട്ടുള്ള ജോബ്, ബിക്കോസ് വി ഹാവ് ടു ടേക്ക് എ ബസ്, ഓട്ടോ, ഓർ നടന്നു പോകണം, വണ്ടി എടുത്ത് പോകണം. ദർ ഇസ് എ കോസ്റ്റ് ഓഫ് ടൈം ഓർ എഫേർട്ട്, മണി. അവിടെ ട്രാവൽ ചെയ്ത് നമുക്ക് പേ ചെയ്യണം. നമുക്ക് ഏത് സമയം വേണേൽ പേ ചെയ്യാൻ പറ്റില്ല, നമ്മൾ കൺവീനിയൻസിന് പേ ചെയ്യാൻ പറ്റില്ല. ബട്ട് നൗ വി ഹാവ് ഗൂഗിൾ പേ ഓർ UPI, ദീസ് ആ പ്ലാറ്റ്ഫോംസ്, റൈറ്റ്? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എവിടെ ഇരുന്നിട്ടോ അവിടെ നിന്ന് വേണേൽ നമുക്ക് ചെയ്യാം, റൈറ്റ്? ബട്ട് അത് ആക്ച്വലി കോംപ്ലക്സ് ആയിട്ടുള്ളൊരു കാര്യമാണ്. വി ആർ പേയിങ് ദി എമൗണ്ട്. അപ്പോൾ ബാക്കെൻഡിലൊക്കെ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ബട്ട് ഒന്ന് ആലോചിക്കുക, ബാക്കെൻഡിൽ എല്ലാ കാര്യം അറിയിച്ചിട്ടാണോ നമ്മളത് ചെയ്യുന്നത്, നമ്മൾ ചെയ്യിപ്പിക്കുന്നത്? നോ, റൈറ്റ്? ബിക്കോസ് വിൽ മൈൻഡ് ഫുള്ളായിപ്പോൾ. ബട്ട് ഡിസൈനേഴ്സാണ് അത് ആക്ച്വലി സിംപ്ലിഫൈ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാൻ എപ്പോഴും പറയുന്ന എക്സാമ്പിളാണ്, നിങ്ങളൊരു സൂപ്പർ മാർക്കറ്റിൻ്റെ ഫ്രണ്ടിൽ പോയിട്ട് നിൽക്കുക, റൈറ്റ്? നിങ്ങൾക്ക് ഒബിയസ്ലി കൺഫ്യൂഷൻ ഉണ്ടാവും, എങ്ങോട്ടാ പോകണ്ടേ, എന്തെടുക്കണ്ടേന്ന്, റൈറ്റ്? കാരണം ഒബിയസ്ലി കുറേ കാറ്റഗറീസ് ഉണ്ട്, കുറേ ലോഡ്സ് ഓഫ് പ്രോഡക്റ്റ്സ് ഉണ്ട്. അത് സൂപ്പർ മാർക്കറ്റിൻ്റെ ഒക്കെ ഒരു കൈൻഡ് ഓഫ് മാർക്കറ്റിംഗ് ആണ്, എല്ലാം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ബട്ട് നമുക്ക് എന്തായാലും കൺഫ്യൂഷൻ ഉണ്ടാവും. ബട്ട് അറ്റ് ദ സെയിം ടൈം വെൻ വി ഗോ ടു ആമസോൺ ഓർ ഫ്ലിപ്കാർട്ട് നമുക്ക് കൺഫ്യൂഷൻ വരാറില്ല. കാരണം എന്താണ്? നമ്മൾ ഡിസൈനേഴ്സും ഡെവലപ്പേഴ്സും സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ട്, റൈറ്റ്? ബിക്കോസ് ഇറ്റ്സ് ഈസി ടു, ഇപ്പോൾ അത് നമുക്ക് ഈസി ടു കൺസ്യൂം ആണ്. അവിടെ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും മില്യൺസോ പ്രൊഡക്ട്സ് ഇല്ലേ, സൂപ്പർ മാർക്കറ്റിൽ തൗസൻഡ്സേ ഉള്ളൂ. ബട്ട് നമുക്ക് ആമസോൺ, ഫ്ലിപ്കാർട്ട് ഈസിയറാണ്. കാരണം നമ്മൾ ഡിസൈനേഴ്സ് അല്ലെ ഡെവലപ്പേഴ്സ് കൂടിയിട്ട് അത് എന്ത് ചെയ്തിട്ടുണ്ട്? സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് യു എക്സ് യു ഐ എന്ന് പറയുന്ന സെക്ടർ എമേർജ് ആവുന്നത്, റൈറ്റ്? നമ്മൾ കുറേ ഡിവൈസസ് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴും കുറേ ആപ്പ്, വെബ്സൈറ്റൊക്കെ വരാൻ തുടങ്ങിയപ്പോഴാണ്. സോ ദാറ്റ്സ് എ കൈൻഡ് ഓഫ് ഹിസ്റ്ററി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഇനി യു എക്സ് എന്താണെന്ന് ഞാൻ സ്പെസിഫിക്കലി പറഞ്ഞുതരാം. യു ഐ മാറ്റി വെച്ചോ. യു എക്സിൻ്റെ ഫുൾ ഫോം യൂസർ എക്സ്പീരിയൻസ് ഡിസൈനിങ് ആണ്. അഗൈൻ പല ബിഗിനേഴ്സും ചെയ്ത മിസ്റ്റേക്ക് എന്താ വെച്ചാൽ, അവർ ചാടി കയറിയിട്ട് ആപ്പിൻ്റെ വെബ്സൈറ്റിൻ്റെ എക്സാമ്പിൾ നോക്കാൻ പോകും. ബട്ട് ദർ ഈസ് എൻ എഫക്റ്റീവ് വേ, ആസ് ഐ സെഡ് ബിഫോർ. കാരണം യു എക്സ് എന്ന് പറയുന്നത് പ്യൂർലി ഹ്യൂമൻ സൈക്കോളജിയാണ്. ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ ഒരു കടയിൽ ഒരു ലാപ്ടോപ്പ് മേടിക്കാൻ പോവാണ്, ഓഫ്ലൈൻ സ്റ്റോറിൽ. നിങ്ങൾക്ക് ലാപ്ടോപ്പ് മേടിക്കണമെന്ന് മൈൻഡിലുണ്ട്. അത്യാവശ്യം സ്പെക്സ് ഒക്കെ നോക്കാനേ അറിയുള്ളൂ, നിങ്ങൾ എക്സ്പേർട്ട് അല്ല ഒരിക്കലും, റൈറ്റ്? നിങ്ങൾ അവിടെ പോവുകയാണ്, അവിടുത്തെ സെയിൽസിൽ ടെക്കിൽ ഇരിക്കുന്ന ആൾ പ്രോപ്പർലി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നില്ല എന്താണ് ഈ ലാപ്ടോപ്പിൻ്റെ പ്രത്യേകത, അല്ലെങ്കിൽ യൂസ് കേസ് ഇതാണ്, ഇതെടുത്തോ, ബഡ്ജറ്റ് ഇതാണ്, ഇതെടുത്തോളൂ, കമ്പാരിസൺ പറഞ്ഞിരുന്നില്ല, നമുക്ക് സ്പെക്സ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നില്ല, നമ്മൾ ടേക്ക് കെയർ ചെയ്യുന്നില്ല വിചാരിച്ചോ, ബാഡ് എക്സ്പീരിയൻസ് ആയില്ലേ? നമ്മൾ അവിടെ നിന്ന് ലാപ്ടോപ്പ് എടുക്കുകയോ ഇല്ലയോ? ദി ആൻസർ വിൽ ബി നോ. ഇഫ് യു ഹാവ് കോമൺ സെൻസ് നമ്മൾ എന്തായാലും ലാപ്ടോപ്പ് അവിടെ നിന്ന് എടുക്കില്ല, ബിക്കോസ് വി ഗോട്ട് എ ബാഡ് എക്സ്പീരിയൻസ്, റൈറ്റ്?
ഇത് സെയിം കാര്യം തന്നെയാണ് നിങ്ങൾ ആമസോണിൽ കയറിയാലും ഫ്ലിപ്കാർട്ടിൽ കയറിയാലും ഉണ്ടാവുക. ഫ്ലിപ്കാർട്ടിൽ ലാപ്ടോപ്പിന് ഇമേജസ് കൊടുത്തിട്ടുണ്ട്, ബട്ട് ക്വാളിറ്റി ഇല്ല, കോണ്ടൻറ്റ് പ്രോപ്പർലി കൊടുത്തിട്ടില്ല, സ്പെക്സ് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടില്ല. നമ്മൾ എന്തായാലും ലാപ്ടോപ്പൊക്കെ മേടിക്കുമ്പോൾ മുമ്പത്തെ കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്ക് റിവ്യൂസ് നോക്കും, അതൊന്നും കൊടുത്തിട്ടില്ല. നമ്മൾ ആമസോണിൽ നിന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിക്കുമോ? ദി ആൻസർ ഈസ് നോ. അതായത് ഓഫ്ലൈനിൽ നല്ല എക്സ്പീരിയൻസ് എക്സ്പെക്റ്റ് ചെയ്യുന്ന നമ്മൾ മനുഷ്യർ ഓൺലൈനിലും ഡിജിറ്റൽ സ്പേസിലും ഡിജിറ്റൽ പ്രോഡക്റ്റ്സിലും നല്ല എക്സ്പീരിയൻസ് എക്സ്പെക്റ്റ് ചെയ്യും. അപ്പോൾ പണ്ടൊക്കെ നമ്മൾ എക്സാമിൻ്റെ റിസൾട്ടൊക്കെ നോക്കിക്കൊണ്ടിരുന്നത് ഓരോ ഈ കഫേയിലും അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഓരോ ഫെസിലിറ്റീസിലൊക്കെ പോയിട്ട് അറിയാം. നമ്മൾ അവിടെ ഇപ്പോൾ പോകുന്നില്ല, ബിക്കോസ് നമുക്ക് വെബ്സൈറ്റ് യൂസ് ചെയ്യാൻ അറിയാം. നമ്മൾ അവിടെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്യൂ നിൽക്കണം എന്നറിയാം, അവിടെ പ്രൈവസി ഉണ്ടാവില്ല. അതേസമയം വെബ്സൈറ്റിലും ക്യൂ നിൽക്കണമെങ്കിലോ വെബ്സൈറ്റ് നമ്മൾ യൂസ് ചെയ്യും. നോ റൈറ്റ്, ബിക്കോസ് വി എക്സ്പെക്ട് ഇറ്റ് ടു ബി മച്ച് ഈസിയർ ആൻഡ് നല്ല എക്സ്പീരിയൻസ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യും. അതായത് നമ്മൾ മനുഷ്യന്മാർ എക്സ്പീരിയൻസ് ജഡ്ജ് ചെയ്യുന്ന ആൾക്കാരാണ്, റൈറ്റ്? സൈക്കോളജിക്കലി നമ്മൾ അങ്ങനെ വൈഡ് ആയിട്ടുള്ളത്. പിന്നെ ആയിരിക്കണം ചെയർ എനിക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഒബിയസ്ലി അത് പറയും. ഞാൻ ചില ഷോപ്പിലൊക്കെ പോകുമ്പം കോഫി ഓർഡർ ചെയ്യുമ്പം കയ്യിൽ പിടിക്കാൻ പറ്റാത്ത കോഫി കപ്പാ തരാം, റൈറ്റ്? ബിക്കോസ് ഞാൻ കോളൊക്കെ ചെയ്തുകൊണ്ടാണ് കോഫിയൊക്കെ കുടിക്കുക. ഞാൻ പിറ്റേ ദിവസം അവിടെ പോകുമ്പോൾ പറയും, ചേട്ടാ ഈ സാധാ കപ്പിൽ തന്നാൽ മതി എന്ന് പറയും, റൈറ്റ്? ഇപ്പോൾ ഒരാൾ മോശമായിട്ട് പെരുമാറാണെങ്കിൽ, നമ്മൾ ഷോപ്പിൽ പോയിട്ട് മോശം എക്സ്പീരിയൻസ് കിട്ടുകയാണെങ്കിൽ അതൊക്കെ നമ്മൾ പറയും. കാരണം നമ്മൾ മനുഷ്യന്മാരെ എക്സ്പീരിയൻസ് ജഡ്ജ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന കാര്യം ആപ്പിനും വെബ്സൈറ്റ്സിനും ഈ ഡിജിറ്റൽ പ്രോഡക്റ്റ്സിനും തരാൻ പറ്റും മനുഷ്യർക്ക്. അവിടെയാണ് ഇതിൻ്റെ പ്രസക്തി വരുന്നത്. അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങൾ ഗൂഗിൾ പേ യൂസറാണെന്ന് വിചാരിച്ചോ. അടുത്ത 10 മിനിറ്റിൽ അസൈ ഗൂഗിൾ പേ യൂസർ നിങ്ങളുടെ ഉദ്ദേശം മൊബൈൽ റീചാർജ് ചെയ്യാനെന്ന് വിചാരിച്ചോ. സീൻ ഇതാണ്, ഒരു അർജൻറ്റ് കോൾ ചെയ്യണം, നിങ്ങൾക്ക് ഒരു അർജൻറ്റ് ഇൻ്റർവ്യൂ കോൾ ഉണ്ട്, കമ്പനിയിൽ വിളിക്കുകയാണ്, അർജൻറ്റ് കോൾ ചെയ്യണം നിങ്ങൾക്ക്. പക്ഷേ ഇതേ കിടക്കുന്ന റീചാർജ് തീർന്നു പോയി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാണ്? വൈഫൈ കണക്ട് ചെയ്തിട്ട് ഗൂഗിൾ പേ വെച്ചിട്ട് മൊബൈൽ റീചാർജ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. ആസ് എ യൂസർ ഗോൾ എന്താണ്? മൊബൈൽ റീചാർജ് ചെയ്തിട്ട് കോൾ ചെയ്യണം. അപ്പോൾ ഈ മൊബൈൽ റീചാർജ് ചെയ്യണമെങ്കിൽ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്താൽ മാത്രം മതിയോ? നോ റൈറ്റ്, വി നീഡ് ടു ഓപ്പൺ ഗൂഗിൾ പേ. സം നോട്ട് റോങ്, വി നീഡ് ടു ഗോ ടു ദി റീചാർജ് സെക്ഷൻ. പ്ലാൻസ് നമ്മൾ കമ്പയർ ചെയ്യണം, ശ്രദ്ധിക്കണം. നമുക്ക് വേണ്ട പ്ലാനാണോ നമ്മൾ മേക്ക് ഷുവർ ചെയ്യണം. ദെൻ വി ഹാവ് ടു വെരിഫൈ നമ്മൾ കൊടുത്ത സിം കറക്റ്റാണോ നോക്കണം, നമ്പർ വെരിഫൈ ചെയ്യണം. ഇതൊക്കെ കഴിഞ്ഞ് ബ്ലാ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റീചാർജ് ചെയ്യാൻ പറ്റും, ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റും. ബട്ട് ഇതിൻ്റെ ഇടയിലുള്ള സ്റ്റെപ്സിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, നമുക്ക് എങ്ങോട്ടാ പോകേണ്ടതെന്ന് അറിയില്ല, ഇറേഴ്സ് വരാണ്, ഇറേഴ്സ് ഒന്നും മാറ്റാൻ പറ്റുന്നില്ല, മൊത്തത്തിലൊരു ആൻഷ്യസ് ആയിട്ട് ഭയങ്കര ക്ലട്ടേഡ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കിട്ടുമെന്ന് വിചാരിച്ചോ. നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റുമോ? നമ്മൾ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. സീൻ ആലോചിക്കണം, ഭയങ്കര ഒരു ക്രൂഷ്യൽ സിറ്റുവേഷനാണ്. ഗൂഗിൾ പേ പണി തരാണ്, റൈറ്റ്? അങ്ങനെ റീചാർജ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ പിന്നെ ഗൂഗിൾ പേ എന്ന് പറയുന്ന ആപ്പ് യൂസ് ചെയ്യുമോ? ചാൻസ് ഇല്ല, റൈറ്റ്? കാരണം അത്രയും ഒരു മെസ്സപ്പായിട്ടൊരു പണി ഗൂഗിൾ പേ തന്നു, റൈറ്റ്? അപ്പോൾ ഇതാണ് UX എന്ന് പറയുന്നത്. ഒരു ആപ്പ് അല്ല വെബ്സൈറ്റ് ഉള്ള ഡിജിറ്റൽ പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പം കിട്ടുന്ന ഫീലിംഗ് ആണ് എന്ത്? യൂസർ എക്സ്പീരിയൻസ് ഡിസൈനിങ് എന്ന് പറയണത്, റൈറ്റ്? റീചാർജ് ചെയ്യാൻ നമുക്ക് പറ്റിയില്ല, നമുക്കൊരു മോശം എക്സ്പീരിയൻസ് ഉണ്ടായി, നമ്മൾ ചിലപ്പോൾ അതിനെ ആപ്പ് യൂസ് ചെയ്യില്ല, റൈറ്റ്? അപ്പോൾ അവർക്കൊരു കസ്റ്റമറെ നഷ്ടമായി, റവന്യൂ നഷ്ടമായി, റൈറ്റ്? ഇനിയിപ്പം 2 ദിവസം കഴിഞ്ഞിട്ടിപ്പം ആളടുത്ത് ഒരു ഫ്രണ്ട് വന്ന് ചോദിക്കുകയാണ്, ഞാൻ UPI ആപ്സ് ഇൻസ്റ്റാൾ ചെയ്യാണ്, ഞാൻ ഇനിയിപ്പോൾ 2 ദിവസം ഇനിയിപ്പോൾ 2 ഡേയ്സ് കഴിഞ്ഞിട്ട് ആളുടെ ഫ്രണ്ട് വന്നിട്ട് ചോദിക്കുകയാണ്, ഞാൻ UPI ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാണ്, ഏതാ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്ന്. വിൽ സേ ബ്രോ എന്തായാലും ഗൂഗിൾ പേ യൂസ് ചെയ്യേണ്ട, അത് പണി തരുന്നു, റൈറ്റ്? സോ അവർക്ക് 2 കസ്റ്റമറെ നഷ്ടമായി, റൈറ്റ്? അപ്പോൾ ഇതാണ് യൂസർ എക്സ്പീരിയൻസ് ഡിസൈനിങ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഓരോ പ്ലാറ്റ്ഫോം ഓരോ പർപ്പസിന് ഓരോ ടാസ്കിനൊക്കെ വേണ്ടി യൂസ് ചെയ്യും. യൂസർ ഉദ്ദേശം എന്താണോ അതിലേക്ക് പോകുന്ന ജേണി, അവിടെ നിന്ന് കിട്ടുന്ന എക്സ്പീരിയൻസ്, ദ കൈൻഡ് ഓഫ് ഫീലിംഗ്, ഇതിൻ്റെയൊക്കെ എഞ്ചിനീയറിംഗ് ഡിസൈനിങ്ങിനെയാണ് എന്ത്? യൂസർ എക്സ്പീരിയൻസ് ഡിസൈനിങ് എന്ന് പറയാം. ഒരു UX ഡിസൈനർ ഇത് ചെയ്യുന്നത് അൾട്ടിമേറ്റ്ലി ആ ഒരു കമ്പനിക്ക് ഗ്രോത്ത്, റവന്യൂ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, റൈറ്റ്? ഫോർ എക്സാമ്പിൾ ഊബർ എടുക്കാം. ഊബറിൻ്റെ ഒരു ഡിസൈൻ അറ്റ്മോസ്ഫിയർ എങ്ങനെയാണ്? സിമ്പിളാണ്, മിനിമലാണ്, ഈസി ടു യൂസ് ആണ്, റൈറ്റ്? അത് ബിക്കോസ് ഇവിടുത്തെ ഒരു സാധാരണ ഓട്ടോ ചേട്ടൻ, ഓട്ടോ ചേച്ചിമാർക്ക് ഭയങ്കര ടെക് ഫ്രണ്ട്ലി ആവണമെന്നില്ല അവർ, റൈറ്റ്? പക്ഷെ അവർക്ക് മനസ്സിലാവുന്ന രീതിയിലല്ല ഈസി ആയിട്ട് ഓട്ടം നോക്കി ഒരു ഓട്ടം എടുത്ത് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ ഊബറിന് കമ്മീഷൻ കിട്ടുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മളായാലും ഫ്രം ഗോ ടു ബാംഗ്ലൂർ, ഞാൻ അത്ര ഫെമിലിയർ അല്ല ബാംഗ്ലൂരായിട്ട്, എനിക്ക് സേഫായിട്ട് ട്രാവൽ ചെയ്യണം, എനിക്ക് ഫെയർ ആയിട്ടുള്ള പ്രൈസ് കിട്ടണം, എനിക്ക് പ്രോപ്പർലി ഓട്ടോസ് അല്ല ക്യാബ്സ് ട്രാക്ക് ചെയ്യാൻ പറ്റണം, അതെനിക്ക് നടന്നാൽ മതി. സോ അതിന് വേണ്ട എക്സ്പീരിയൻസ് ആണ് തരേണ്ടത്. അത് തന്നാൽ എൻ്റെ പ്രോബ്ലം സോൾവ് ആവും. എൻഡ് ഓഫ് ദി ഡേ ദേ വിൽ ഹാവ് മോർ ബിസിനസ് ഗ്രോത്ത്, റൈറ്റ്? സോ ഒരു റോഡ് ക്രോസ് ചെയ്യുമ്പോൾ 2 സൈഡും നോക്കണം നമ്മൾ. ഒരു കമ്പനീൻ്റെ ബിസിനസ് ഗോളും നോക്കണം, യൂസറിൻ്റെ ഗോളും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റണം, റൈറ്റ്? എൻഡ് ഓഫ് ദി ഡേ നമ്മൾ ചെയ്യണത് ഇവർ 2 കൂട്ടർക്ക് വേണ്ടിയിട്ടാണ്. ഒരു ടോപ്പ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ബിസിനസ് ഡ്രൈവ്, ബിസിനസ് ഗ്രോത്ത് കൂട്ടാൻ വേണ്ടിയിട്ട്. ആൻഡ് വി ഷുഡ് ഫോക്കസ് ഓൺ യൂസേഴ്സ് ആസ് വെൽ. കാരണം യൂസേഴ്സിൻ്റെ പ്രോബ്ലം അല്ല ഗോളിലേക്ക് എത്താൻ ഹെൽപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ ദർ ഈസ് നോ പോയിന്റ്, റൈറ്റ്? ബിസിനസ് ഗ്രോത്ത് ഒന്നും ഉണ്ടാവില്ല, കമ്പനി തന്നെ എക്സിസ്റ്റ് ചെയ്യില്ല, റൈറ്റ്? അപ്പോൾ ഇതാണ് UX എന്ന് പറയുന്നത്. ബിക്കോസ് UX ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ കമ്പനീസ്. കാരണം അത്രക്കും അഡ്വാൻറ്റേജ് ഉണ്ടാവും. ദർ ആർ പീപ്പിൾ ഹു യൂസ് ഓൺലി ഗൂഗിൾ പേ. അതേ സെക്ടറിലുള്ള ആപ്പാണ് ഫോൺ പേ, പേടിഎം, സൂപ്പർ മണി, വേറെ കുറേ ന്യൂ ബാങ്ക്സിൻ്റെ
എന്നടാ പണി വെച്ചിരിക്ക എന്നടാ ഷൂട്ട് പண்றல ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ് എവിടെയാന്ന് മിസ്സായി പോയല്ലോ ഓക്കെ കാരണം യു എക്സ് എന്ന് പറയുന്നത് ഭയങ്കര ക്രൂഷ്യൽ ആയിട്ടുള്ള ഏരിയ ആണ് കമ്പനീസിൻ്റെ ബിക്കോസ് നമുക്കൊരു മോശം എക്സ്പീരിയൻസ് തന്നിട്ടുണ്ടെങ്കിൽ വി വോണ്ട് യൂസ് ദെയർ പ്രോഡക്ട്സ് അഗെയിൻ റൈറ്റ് വി ഹാവ് ടു തിങ്ക് ലൈക്ക് ദിസ് ഇപ്പം ചില ആൾക്കാർ ഗൂഗിൾ പേ മാത്രമേ യൂസ് ചെയ്യുള്ളൂ അതേ സെക്ടറിലുള്ള ആപ്പാണ് ഫോൺ പേ പേടിഎം ഓർ സൂപ്പർ മണി വേറെ കുറേ ന്യൂ ബാങ്ക്സിൻ്റെ ഒക്കെ ആപ്പ് ഉണ്ട് ബട്ട് ഒരാൾ പറയുകയാണെങ്കിൽ ഞാൻ ഗൂഗിൾ പേ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ ഐ ലൈക്ക് ദർ എക്സ്പീരിയൻസ് ഇറ്റ്സ് ഈസി ടു യൂസ് ബാക്കി എല്ലാ ആപ്സിൻ്റെ സെയിം പർപ്പസ് തന്നെയാണ് അപ്പോൾ ആ പെർട്ടിക്കുലർ കമ്പനിക്ക് എത്രത്തോളം അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് ആലോചിച്ച് നോക്കിയാൽ റൈറ്റ് സെയിം ഫീൽഡിൽ തന്നെ കുറേ പ്ലാറ്റ്ഫോംസ് പ്ലേയേഴ്സ് ഉള്ളപ്പോൾ ഓരോ കമ്പനിക്കും സ്റ്റാൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണം നല്ല യൂസർ എക്സ്പീരിയൻസ് ഡിസൈനിങ് വേണം ഒരു ഡിസൈനർ യു എക്സ് ഡിസൈൻ ചെയ്യുക മനുഷ്യന്മാരെ പഠിച്ചിട്ടാണ് ഈ ആപ്പ് ആരാണ് യൂസ് ചെയ്യുന്നത് എന്ത് പർപ്പസിനെ യൂസ് ചെയ്യുന്നത് ഈ ഒരു പ്ലാറ്റ്ഫോം എന്ത് പ്രോബ്ലമാണ് സോൾവ് ചെയ്യുന്നത് ആളുടെ ബിഹേവിയർ എന്താണ് ആളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് ഈ കമ്പനി ഈ ആപ്പ് കൊണ്ട് എന്തൊക്കെ ബിസിനസ് ഗോളാണ് അച്ചീവ് ചെയ്യാൻ നോക്കുന്നത് ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ആക്ച്വലി ഡിസൈൻ ചെയ്യേണ്ടത് സോ ഐ ഹോപ്പ് യു എക്സ് എന്താണെന്ന് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ഇറ്റ്സ് സോർട്ട് ഓഫ് എ പ്രോബ്ലം സോൾവിങ് നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് യു ഐ എന്ന് കേൾക്കുമ്പോൾ പൊതുവേ ബിഗിനേഴ്സിന് കോമൺ ആയിട്ടുള്ള ഒരു മിസ്കൺസെപ്ഷൻ എന്താ വെച്ചാൽ അവർ വിചാരിക്കും വെബ്സൈറ്റും ആപ്സിൻ്റെയും മാത്രം സ്ക്രീൻസ് ആണ് യു ഐ എന്ന് വിചാരിക്കും അത് മാത്രമല്ല നമ്മൾ യൂസർ ഐ ഫോർ ഇൻ്റർഫേസ് നമ്മൾ ടച്ച് ചെയ്യണ അല്ലെങ്കിൽ ഇൻട്രാക്ട് ചെയ്യുന്ന ഡിസ്പ്ലേക്കാണ് ഇൻ്റർഫേസ് എന്ന് പറയുക വെബ്സൈറ്റിൻ്റെ ആപ്സിൻ്റെ മാത്രമല്ല എ ടി എംസിൻ്റെ ടച്ച് ചെയ്യുന്ന ഡിസ്പ്ലേ ആക്ച്വലി യു ഐ ആണ് ചില കാറിലൊക്കെ സ്പീക്കർ സിസ്റ്റംസ് ഉണ്ടാവും ടച്ച് ചെയ്ത് കൺട്രോൾ ചെയ്യുന്ന യു ഐ ആണ് ഓർ ലൈക്ക് വിൻഡോസ് മാക്കിൻ്റെ ഇൻ്റർഫേസ് ആപ്പിൾ ആൻഡ്രോയിഡിൻ്റെ ഇൻ്റർഫേസ് ഇതൊക്കെ യു ഐ ആണ് ആക്ച്വലി ന്യൂ ഇൻഫോർമേഷൻ റൈറ്റ് ആൻഡ് യു ഐ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറേ പ്ലാറ്റ്ഫോംസ് ഉണ്ടല്ലോ അതിൻ്റെയൊക്കെ ഓരോ ആപ്പിൻ്റെ വെബ്സൈറ്റിൻ്റെയൊക്കെ ലേ ഔട്ട് അതിൻ്റെ ബട്ടൺ പ്ലേസ്മെൻറ്റ് അതിൻ്റെ പാഡിങ് അതിൻ്റെ അലൈൻമെൻറ്റ് അതിൻ്റെ കളർ കോമ്പിനേഷൻ ഇതൊക്കെ ഡിസൈൻ ചെയ്ത് ഡെഡിക്കേറ്റഡ് ആയിട്ട് അതിൻ്റെ യൂസ് കേസും അതിൻ്റെ സൈക്കോളജി അപ്ലൈ ചെയ്തിട്ടും അതാര് യൂസ് ചെയ്യുന്ന അവരെക്കുറിച്ചൊക്കെ പഠിച്ചിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇൻ്റർഫേസ് ഡിസൈൻ ചെയ്ത് വരുന്നതാണ് കാരണം നമ്മൾ മനുഷ്യന്മാരെ ലുക്ക് വെച്ചും ജഡ്ജ് ചെയ്യും റൈറ്റ് പക്ഷേ ഇവിടെ ലുക്ക് എന്ന് പറയുമ്പോൾ കുറേ കളേഴ്സ് ആഡ് ചെയ്യുക കുറേ ഫാൻസി ആക്കുക അങ്ങനെ മാത്രമല്ല ഫാൻസി ആക്കേണ്ട സ്ഥലത്ത് ഫാൻസി ആക്കണം സിമ്പിൾ ആക്കേണ്ട പ്ലേസസിൽ സിമ്പിൾ ആക്കണം സിമ്പിൾ ആക്കൽ അത്ര എളുപ്പമല്ല കേട്ടോ ഫാൻസി ആക്കലും അത്ര എളുപ്പമല്ല അതായത് ആമസോണിൻ്റെ ഡിസൈൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആമസോണിൻ്റെ യു ഐ ഭയങ്കര ഡിസൈൻഡ് ആണോ ഒബ്വിയസ്ലി നോ റൈറ്റ് പക്ഷേ പല ആൾക്കാരും വിചാരിച്ച് വെച്ചിരിക്കുന്നത് ആമസോണിൻ്റെ കയ്യിൽ നല്ല യു ഐ ഡിസൈനേഴ്സ് ഒന്നും ഇല്ല എന്നാണ് വിചാരിക്കണം റൈറ്റ് പല ആൾക്കാരും ആമസോൺ ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനിയാണ് അവർക്ക് ആര് വേണമെങ്കിൽ ഹയർ ചെയ്യാം ഓൾറെഡി നല്ല യു ഐ ഡിസൈനേഴ്സൊക്കെ അവിടെ ഉണ്ടാവും പക്ഷേ ആമസോൺ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് വേൾഡ് വൈഡ് യൂസ് ചെയ്യണമെന്ന് ആമസോൺ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് എന്താ ഒരു ബ്രൗസർ പോലെയാണ് റൈറ്റ് ബ്രൗസർ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നല്ലോ അപ്പോൾ വേൾഡ് വൈഡ് യൂസ് ചെയ്യണമെന്നാണ് അതിൻ്റെ വിഷൻ ആ കമ്പനീൻ്റെ വിഷൻ അപ്പോൾ വേൾഡ് വൈഡ് എന്ന് പറയുമ്പോൾ നമ്മളതിലുണ്ട് നമ്മളെ പ്രായം കുറവുള്ള ആൾക്കാരുണ്ട് പ്രായം കൂടിയ ആൾക്കാരുണ്ട് ചിലപ്പോൾ അവർക്ക് ഐന് ഇഷ്യൂ ഉണ്ടാവും പ്രായം കൂടുമ്പം ഗ്രാൻഡ് സിറ്റീസൺസ് അതിനും പ്രായം കൂടിയ ആൾക്കാരുണ്ടാവും ഗ്രാമത്തിലൊക്കെ താമസിക്കുന്ന ആൾക്കാരുണ്ടാവും അവർ നമ്മളെപ്പോലെ ഭയങ്കര ടെക്കി ആവണമെന്നില്ല ആൻഡ് എഡ്യൂക്കേറ്റഡ് അല്ലാത്ത ആൾക്കാരുണ്ടാവും നമ്മളെഗെയിൻ ഭയങ്കര ടെക്കി ആവണമെന്നില്ല റൈറ്റ് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റണം നമുക്ക് ആ യു ഐ കുറച്ച് പിടിക്കില്ലെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും റൈറ്റ് അപ്പോൾ ആമസോൺ വേൾഡ് വൈഡ് യൂസ് ചെയ്താലേ ആമസോൺ അവരെ ഒരു സക്സസ് മെട്രിക് അളക്കാൻ പറ്റുള്ളൂ വേൾഡ് വൈഡ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും യൂസ് ചെയ്യണമെങ്കിൽ ആ ഒരു രീതിയിൽ വെക്കണം നമ്മൾ എ ടി എംസ് എല്ലാവരും യൂസ് ചെയ്യില്ലേ എ ടി എം വീൽ ചെയറിലുള്ള ആൾക്കാർ യൂസ് ചെയ്യും ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർ യൂസ് ചെയ്യും ഹൈറ്റ് ഇല്ലാത്ത ആൾക്കാർ യൂസ് ചെയ്യും ഹൈറ്റ് കൂടിയ ആൾക്കാർ യൂസ് ചെയ്യും കണ്ണ് കാണാത്ത ആൾക്കാർ യൂസ് ചെയ്യും ചെവി കേൾക്കാത്ത ആൾ യൂസ് ചെയ്യും റൈറ്റ് എല്ലാവരും യൂസ് ചെയ്യില്ല അതുപോലെ ആക്സസിബിൾ ആവണം പക്ഷേ അതേസമയം ഫ്ലിപ്കാർട്ട് കണ്ടിട്ടുണ്ടോ ഫ്ലിപ്കാർട്ട് കുറച്ചുകൂടി കളേർഡ് അല്ല ഒരു പൊടിക്ക് കളേർഡ് അല്ല ഒരു ഡിസൈൻഡ് ആയിട്ട് തോന്നില്ല അതിൻ്റെ റീസൺ എന്താ ഫ്ലിപ്കാർട്ട് മെയിൻലി ഫോക്കസ് ചെയ്യുന്ന ഇന്ത്യൻസിനാണ് ഇന്ത്യൻസ് ടയർ 1 ടയർ 2 സിറ്റീസിലൊക്കെ ടയർ 1 എന്ന് പറയുമ്പം ഐ മേ ബി റോങ് ഡൽഹി ടയർ 1 ആയിരിക്കും ബാംഗ്ലൂർ ടയർ 1 ഹൈദരാബാദൊക്കെ ടയർ 2 ഇവിടെയൊക്കെ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു കൊച്ചി മേ ബി ടയർ 2 ആയിരിക്കും കാലിക്കറ്റ് എനിക്കറിയില്ല ഇതൊക്കെ യൂസ് ചെയ്യാൻ അറിയുന്ന ആൾക്കാർ റൈറ്റ് നമുക്കൊക്കെ എന്തായാലും ഒബിയസ്ലി യൂസ് ചെയ്യാൻ അറിയാം ഇപ്പം മിന്ത്ര ആജിയോ ഒക്കെ കണ്ടിട്ടില്ല ഭയങ്കര മോഡേൺ സ്ലീക്ക് അല്ലേ ബിക്കോസ് അവർ പ്രൈമറിലി നമ്മളെ ടാർഗറ്റ് ചെയ്യണേ HDFC ബാങ്കിൻ്റെ വെബ്സൈറ്റ് നോക്കിയാൽ മതി ഇറ്റ്സ് ലൈക്ക് എ പ്ലെയിൻ എന്താ പറയുക A4 പേപ്പർ ഓർ എ ന്യൂസ് പേപ്പർ റൈറ്റ് അതൊരു നാഷണലൈസ്ഡ് ബാങ്കാണ് ഇൻവെസ്റ്റേഴ്സ് ബിസിനസ് ആൾക്കാരൊക്കെ യൂസ് ചെയ്യുന്നതാണ് ആ ഒരു റെപ്യൂട്ടേഷൻ അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണം റൈറ്റ് ഹാർവാർഡിൻ്റെ വെബ്സൈറ്റ് കണ്ടിട്ടുണ്ടോ ദേ ഷുഡ് കീപ്പ് ദാറ്റ് സോർട്ട് ഓഫ് ഡിസിപ്ലിൻ ഇപ്പോൾ HDFC ബാങ്കിൻ്റെ കാര്യം പറഞ്ഞു സ്ലൈസിൻ്റെ വെബ്സൈറ്റ് കണ്ടിട്ടുണ്ടോ സ്ലൈസ് ടാർഗറ്റ് ചെയ്യുന്നത് മെയിൻലി ആരെയാണ് ടീനേജേഴ്സ് ഫ്രീലാൻസേഴ്സ് വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ അപ്പോൾ അവർ ജെൻസി കൈൻഡ് ഓഫ് അപ്രോച്ച് വേണം അവർ വെബ്സൈറ്റ് ഫീൽസ് ലൈക്ക് ഗെയിം കളിക്കുന്ന പോലത്തെ ഒരു GTA Vice Cityൻ്റെ വെബ്സൈറ്റ് പോലെ റൈറ്റ് സോ ഇമോഷൻസ് മാറ്ററാണ് റൈറ്റ് ഇമോഷൻസ് പർപ്പസ് ആ പ്രോഡക്റ്റിൻ്റെ പൊസിഷനിങ് ഇതൊക്കെ മാറ്ററാണ് ഇതൊക്കെ അനുസരിച്ചിട്ടാണ് റൈറ്റ് ലുക്കാണ് നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത് റൈറ്റ് ആമസോൺ റൈറ്റ് ആയിട്ടുള്ള ലുക്ക് അതാണ് ഫ്ലിപ്കാർട്ടിന് റൈറ്റ് ആയിട്ടുള്ള ലുക്ക് അങ്ങനെ വെക്കുന്നതാണ് നമ്മൾ പറഞ്ഞതുപോലെ കുറച്ച് ഡിസൈൻഡ് ആയിട്ട് സ്ലൈസ് കുറച്ച് ഗെയിമിഫൈഡ് ആയിട്ട് ജെൻസി രൂപത്തിൽ വെക്കുന്നതാണ് അവർക്ക് റൈറ്റ് ആയിട്ടുള്ള ലുക്ക് HDFC ബാങ്കിന് ഒരു പ്ലെയിൻ മോഡൽ വെക്കുന്നതാണ് റൈറ്റ് അപ്പോൾ യു ഐ ആയാലും ധാര യൂസ് ചെയ്യണത് അതിൻ്റെ പർപ്പസ് എന്ത് പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് ബിസിനസ് ഗോൾ യൂസേഴ്സിൻ്റെ
ഗോൾ ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ യു ഐയും ഡിസൈൻ ചെയ്യേണ്ടത്. ഇത് രണ്ടും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല യു എക്സും ആവണം, നല്ല യു ഐയും ആവണം. ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ ഉണ്ടെങ്കിലേ നല്ല പ്രൊഡക്റ്റ്സ് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് അൾട്ടിമേറ്റ്ലി പറയുകയാണെങ്കിൽ യു എക്സ് യു എന്ന് പറയുന്നത് ഒരു പ്രോബ്ലം സോൾവിങ് ആണ്. അതായത് നമ്മൾ ഡെയിലി ലൈഫിൽ കുറേ ആപ്ലിക്കേഷൻസ് വെബ്സൈറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ബട്ട് ഭൂരിഭാഗം ആപ്സ് വെബ്സൈറ്റ്സ് ഒക്കെ നമ്മൾ നമ്മുടെ ഒരു ടൂള് പോലെയാണ് കാണുന്നത്, നമ്മുടെ ഡെയിലി ലൈഫിൻ്റെ ഭാഗമായിട്ടാണ് കാണുന്നത്. ഇപ്പം നാളെ ഇൻസ്റ്റാഗ്രാമും വാട്സപ്പ് ഗൂഗിൾ പേ ഒക്കെ പറയുകയാണ് ഇന്ത്യയിൽ നിന്ന് പോകുമെന്ന് പറയണം. നമ്മുടെ ലൈഫ് അപ്സൈഡ് ഡൗൺ ആവും, കാരണം നമ്മൾ അതിലേക്ക് ഡിപ്പെൻഡ് ചെയ്യുകയാണ്. ബിക്കോസ് നമ്മുടെ ലൈഫിൻ്റെ ഭാഗമായിട്ട് ഓൾറെഡി മാറിക്കഴിഞ്ഞു. കാരണം ഓരോ പ്ലാറ്റ്ഫോംസും ഓരോ ആപ്പും വെബ്സൈറ്റ് ഓരോ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നുണ്ട്. ഗൂഗിൾ പേ പറയുകയാണ് നിങ്ങൾ ബാങ്ക് പോകണ്ട, 500, 5000, 9000 അയക്കാൻ ബാങ്ക് പോകണ്ട, എവിടെയാണ് നിൽക്കുന്നത് അവിടെ നിന്ന് പേയ്മെൻറ്റ് ട്രാൻസ്ഫർ ചെയ്യാം. ഇപ്പോൾ ലെറ്റ്സ് സേ മിഡ് നൈറ്റ് എൻ്റെ ഫ്രണ്ടിന് അർജൻറ്റായിട്ട് 500 രൂപ വേണം, എനിക്ക് ബാങ്ക് പോകാൻ പറ്റില്ലല്ലോ, എനിക്ക് സ്റ്റേഡിയമിൽ പോകാൻ പറ്റില്ലല്ലോ, ബുദ്ധിമുട്ടായിരിക്കും, എനിക്കത് ചെയ്യാം. എനിക്കിപ്പം 1 രൂപ അയച്ചു കൊടുക്കണം, 5 രൂപ റിസീവ് ചെയ്യണം, ഐ ക്യാൻ ഡു എനിത്തിങ് റൈറ്റ്. എൻ്റെ യൂട്ടിലിറ്റി ബില്ല് അടയ്ക്കാം, കുറേ കാര്യങ്ങൾ ചെയ്യാം. ആ പ്രോബ്ലം സോൾവ് ചെയ്യണത്. ഊബർ എന്ത് പ്രോബ്ലം സോൾവ് ചെയ്യണത്? കമ്മ്യൂട്ട് എളുപ്പമാക്കി തരാണ്. എനിക്കൊരു സ്ഥലത്തേക്ക് പോകണം, ഇപ്പം എനിക്ക് സ്റ്റാൻഡിൽ പോയിട്ട് ഓട്ടോ വിളിക്കാൻ വയ്യ, കാലിൽ പ്രശ്നമാണ്, എനിക്ക് അവിടെ നിന്ന് വിളിക്കാൻ ഒരു സ്ഥലത്ത് പെട്ടുപോയി, കമ്മ്യൂട്ട് എളുപ്പമാക്കി തരാൻ റൈറ്റ്. യൂബറിൻ്റെ സ്റ്റോറി എന്താ വെച്ചാൽ ഇവർ അമേരിക്കയിൽ വർക്ക് ചെയ്യുന്ന 2 ഡെവലപ്പേഴ്സ് ആയിരുന്നു. ഇവർക്ക് ക്ലയൻറ്റ് മീറ്റിങ്ങിന് പോകാൻ വണ്ടി കിട്ടിയില്ല. ആ ദേഷ്യത്തിലാണ് ഇവർക്ക് ഇങ്ങനത്തെ ഒരു ഐഡിയ എന്തുകൊണ്ട് കൊണ്ടുവന്നൂടാന്ന് തോന്നിയത്. വാട്സപ്പ് കമ്മ്യൂണിക്കേഷൻ എളുപ്പമാക്കി തരല്ലേ, നീ എവിടെ എത്തി, നീ വർക്ക് ചെയ്യുന്നുണ്ടോ ഒക്കെ ചോദിക്കാൻ നമുക്ക് വാട്സപ്പ് ഉപയോഗിച്ചാൽ പോരെ, അതല്ലെങ്കിൽ മെയിലും ടെക്സ്റ്റ് മെസ്സേജൊക്കെ യൂസ് ചെയ്യേണ്ട റൈറ്റ്. അപ്പോൾ ഓരോ പ്ലാറ്റ്ഫോമും ഓരോ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നുണ്ട് റൈറ്റ്. അപ്പോൾ ഈ പ്രോബ്ലംസ് സ്മൂത്തായിട്ട് യൂസേഴ്സിന് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അതായത് ഈ ആപ്പ് സോൾവ് ചെയ്ത് കൊടുക്കുന്നുണ്ടോ, ഗോളിലേക്ക് എത്താൻ പറ്റുന്നുണ്ടോ, സ്മൂത്തായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഇതൊക്കെ സോൾവ് ചെയ്യലാണ് നമ്മുടെ പരിപാടി. അത് നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള യു എക്സും സ്ട്രോങ് ആയിട്ടുള്ള യു ഐ, റൈറ്റ് ആയിട്ടുള്ള യു എക്സും റൈറ്റ് ആയിട്ടുള്ള യു ഐയും വെച്ചാണ് ചെയ്യുക. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ഡിസ്കസ് ചെയ്ത പല ആപ്സിൻ്റെ കയ്യിലും ഇൻവെൻട്രീസ് ഇല്ല. സൊമാറ്റോൻ്റെ കയ്യിൽ സ്വന്തം റെസ്റ്റോറൻറ്റ്സ് ഉണ്ടോ, ഊബറിൻ്റെ കയ്യിൽ സ്വന്തം ഓട്ടോസ് ഉണ്ടോ, ഗൂഗിൾ പേൻ്റെ കയ്യിൽ സ്വന്തം ബാങ്ക് ഉണ്ടോ, ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ആണോ മെയിൻലി കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്? ഒഫീഷ്യൽ ചാനൽസ് ഉണ്ടാവും, ബട്ട് ക്രിയേറ്റേഴ്സ് അല്ലേ മെയിൻലി ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഇവരുടെ കയ്യിലൊന്നും ഇൻവെൻട്രീസ് ഇല്ല, ഐറ്റംസ് ഇല്ല. പക്ഷേ ഇവർ മെയിൻ ആക്ടിവിറ്റി നടക്കുന്നത് ഇതിലാണ്, ത്രൂ ഇവരുടെ ഒരു മീഡിയം എന്താണ്, ഇവിടെ ആപ്പും വെബ്സൈറ്റ് അല്ല പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ അതിലൊരു പൊടിക്ക് എക്സ്പീരിയൻസ് മോശം ഉണ്ടെങ്കിൽ ഇവർക്ക് കസ്റ്റമറെ അല്ലെങ്കിൽ അവർക്ക് സക്സസ് നഷ്ടമാവും. അവിടെയാണ് ഇതിൻ്റെ പ്രസക്തിയും സ്കോപ്പും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ ബേസിക്കലി എന്താണ്, വി ആർ ലൈക്ക് എ സൂപ്പർ ഹീറോസ് ഫോർ കമ്പനീസ് റൈറ്റ്. യു എക്സ് യു ഐ ഡിസൈനേഴ്സ് എന്ന് പറയുന്നത് വി ആർ ആക്ച്വലി പ്രോബ്ലം സോൾവേഴ്സ് ആണ്. സോ ദാറ്റ്സ് ഇറ്റ്. ഈ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് അത്യാവശ്യം ഏകദേശം ഒരു ക്രിസ്റ്റൽ ക്ലിയർ ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഡു ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്സ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ. ഈ വീഡിയോൻ്റെ സെക്കൻഡ് പാർട്ട് നമ്മൾ ആക്ച്വൽ ലേണിങ്ങിലേക്ക് കിടക്കുകയാണ്. ഹോപ്പ്ഫുള്ളി വീഡിയോ വിൽ ബി ഔട്ട് സൂൺ ആൻഡ് റീച്ച് ഔട്ട് ടു മീ ഓൺ ഇൻസ്റ്റാഗ്രാം. ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ ഐ വിൽ ബി ദെയർ ടു റിപ്ലൈ ആസ് വെൽ. സോ യെസ്, ഈ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ഇഫ് യു ലൈക്ക് ഇറ്റ്, സബ്സ്ക്രൈബ്. ആദ്യമായിട്ടാണ് ഇതൊക്കെ പറയുന്നത്. ഐ എം ന്യൂ ടു ദിസ് റൈറ്റ്. സോ സബ്സ്ക്രൈബ്, കമൻറ്റ്, hit the notification button, and if you find it useful, please share it to the other designers. I would love to help the community, right? We can actually help the community together. Bye.